ഹലോ ഫ്രണ്ട്സ്, വള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ജോലി ഇല്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി നേരം വൈകിട്ട് എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റു, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു, പൂവൊക്കെ പൊട്ടിച്ച് നമ്മുടെ ഭഗവാനെ വിളക്കൊക്കെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നും നമ്മൾ പോവാറുള്ള പണിയിലേക്കൊക്കെ നമ്മൾ കടന്നു. അപ്പോൾ നമ്മുടെ ചുമര് പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചുമരൊക്കെ കുറച്ചൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ. കുറേ ഒന്നും ആയിട്ടില്ല, കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കണ്ണ രാവിലെ എഴുന്നേറ്റിട്ട് ചുമരൊക്കെ നനയ്ക്കാണ് കേട്ടോ. ആയ ചുമരോളൊക്കെ നനയ്ക്കാണ്. ഇത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കലവൊക്കെ കൊടുത്തെടുക്കുക നമ്മുടെ കണ്ണനും അമ്മയൊക്കെയാണ് കേട്ടോ നിന്നുണ്ടായിരുന്നത്. ചുമര അധികം ഒന്നും ആയിട്ടില്ല, ആയി വരണേ ഉള്ളൂ. ഒരാൾ പണിത് അധികം ഒന്നും ആവില്ലല്ലോ, ആയി വരണേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അമ്മ വീടിൻ്റെ ഫ്രണ്ടൊക്കെ അടിച്ചു വരികയാണ്, പുതിയ വീടിൻ്റെ ഫ്രണ്ടൊക്കെ അടിച്ചു വരികയാണ്. അച്ഛനും കണ്ണനും ഇതൊക്കെ നനയ്ക്കാണ് കേട്ടോ. കാശിക്കൂട്ടൻ എന്താ അവിടെ ഉണ്ട് കേട്ടോ. കാശിക്കൂട്ടൻ എന്താ, കാശിക്കൂട്ടൻ ഒരു ഹായ് പറയും. കാശിക്കൂട്ട ഉണ്ടോ? കാശിക്കൂട്ടൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നനയ്ക്കാണ് എല്ലാവരും. എഴുന്നേറ്റ് കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചുമരൊക്കെ നനച്ചു. ഇനി പണിയെടുക്കുന്നുണ്ട് ഇന്നും. അപ്പം അതിന് മുന്നേ അതൊക്കെ നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലത്തെ പണി തുടങ്ങി കേട്ടോ. ഏട്ടനും കണ്ണനും കൂടി പണിയൊക്കെ തുടങ്ങി. പണിയെടുക്കാൻ നമ്മുടെ കണ്ണന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പഠിക്കണേക്കായി ഇൻട്രസ്റ്റാണ് പണിയെടുക്കാൻ. മണൽ കൊണ്ടിടാനും അച്ഛനൊക്കെ അലവെടുത്ത് കൊടുക്കാനും എന്തിനേയും കൊടുക്കാണ്ട് തലയിൽ കെട്ടൊക്കെ കെട്ടി റെഡിയായി ആശാൻ പണിയെടുക്കാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നൂൽപുട്ടുണ്ടാക്കാൻ വേണ്ടി പൊടിയൊക്കെ കുഴക്കണം കേട്ടോ. അപ്പം ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട് കണ്ണ ആ വീഡിയോ ഒന്ന് എടുത്തു വെച്ചപ്പോൾ അമ്മയ്ക്ക് കാണാനില്ലേ നമ്മുടെ പണിയെടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട്. വേണ്ട, ഞാൻ സ്റ്റാൻഡ് വെച്ചോളാം, നീ പൊക്ക കണ്ണാന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ അവൻ കലവയൊക്കെ എടുത്ത് കൊടുക്കാനും പോയി. ഞാനങ്ങനെ കഴിക്കാൻ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ പണിയിലൊക്കെ നമ്മൾ കിടന്നു. ചെറുപയർ നമ്മൾ അടുപ്പത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കറിക്കായി അതൊക്കെ വറുത്തിട്ടു. അപ്പോൾ കുറച്ച് പൊടിയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നൂൽപുട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മാവിരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദോശ ഉണ്ടാകും. നമ്മുടെ പിള്ളേർക്ക് ദോശയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ 4 ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഇഷ്ടം എപ്പോഴും ദോശയാണല്ലോ. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞു. ഏട്ടന് വെള്ളമൊക്കെ ഇടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല റിസ്ക്കാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, എനിക്ക് ആ കല്ലൊന്നും പൊന്തിക്കാൻ സാധിക്കണില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ ആ റിസ്ക്കിലാണ് ആ പണി എടുക്കണത്. ജനലിൻ്റെ മീത് കല്ലൊക്കെ കൊടുന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അതെടുത്ത് മുകളിലേക്ക് എടുത്ത് വെക്കുന്നത്. ഭയങ്കര റിസ്ക്കാണ്. എനിക്കോ അമ്മയ്ക്കോ ഒന്നും ഇത് പറ്റണില്ല എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് കല്ല്. അപ്പോൾ എടുത്ത് വെക്കാൻ പറ്റണില്ല. തലക്കൊക്കെ വെച്ചൊന്ന് പിന്നെ ഞാൻ കൊണ്ടുവരും കേട്ടോ. നമുക്ക് എടുത്ത് മുകളിലേക്കൊന്ന് പൊന്തിച്ച് കൊടുക്കാൻ സാധിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ പണി. എടുത്തു കൊടുക്കാൻ ആരും കൂടെ ഇല്ലാത്തതിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കലവയൊക്കെ കൂട്ടി കൊടുത്തിട്ട് ഏട്ടൻ പോവും. അമ്മ അത് ചട്ടിക്കൊക്കെ കണ്ണനാക്കി കൊടുക്കും. കണ്ണെടുത്ത് അച്ഛനെ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ അടുക്കളയിൽ ചോറും കറിയൊക്കെ വയ്ക്കാൻ നിന്നു. ഇവരാണ് പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാനൊന്ന് വന്ന് നോക്കും, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എടുത്തു കൊടുക്കും. അങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്തു. അങ്ങനെ 11 മണിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയും നൂൽപുട്ടും പയറ് കറിയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഓരോ പണിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. ചേട്ടനെ അനിയനും പാടെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടോ. നമ്മുടെ കാശിക്കുട്ടന് അത് ഇഷ്ടമായില്ല. അപ്പോൾ വായിക്ക് ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ണൻ. എനിക്കൊന്നും വേണ്ടേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീറ്റു കാശിക്കുട്ടൻ തെറ്റി അച്ചമ്മയുടെ അടുത്തേക്ക് പോകണുണ്ട് കേട്ടോ. നല്ല ദേഷ്യത്തിലാണ്. എനിക്കൊന്നും വേണ്ട, എനിക്ക് ചായയും ദോശയും ഒന്നും വേണ്ട പറഞ്ഞ് നീറ്റി പോകുന്നുണ്ട്. തെറ്റിയിട്ട് അച്ഛമ്മയും മകനെ നല്ല സ്നേഹത്തിലാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ നേരെ പോകണത് അച്ഛമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ പണികളൊക്കെ തുടങ്ങി കേട്ടോ വീണ്ടും. അപ്പോൾ കലവയൊക്കെ അമ്മ എടുത്ത് എനിക്ക് ചട്ടിക്ക് ആക്കി തന്നു. ഞാൻ കൊണ്ടുപോയി കൊടുക്കും. മറ്റേ തെറ്റിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിയായിട്ടില്ലേ. 10 മണിത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ പണി നിർത്തിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരത്ത് നിർത്തിയത്. അപ്പം നാളേക്കുള്ള കല്ലൊക്കെ കുറച്ച് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലയ്ക്ക് വെച്ചൊന്ന് ഞാനിങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഞാൻ താഴത്തേക്ക് ഇടുന്നുണ്ട് ചെയ്യുന്നത്. എനിക്ക് എടുത്ത് വയ്ക്കാമെന്ന് എനിക്ക് സാധിക്കണില്ല. അപ്പോൾ തലയ്ക്ക് വെച്ചൊന്ന് എങ്ങനെയെങ്കിലും. അപ്പോൾ ഞാൻ ഏട്ടനും കുറച്ച് കല്ലൊക്കെ കൊണ്ടുപോയി വെച്ച് നാളെ പണിയുന്നുണ്ട്. പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ. ആ പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടേ, പല്ല് വേദന നല്ലുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു. വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ 4-4:30 ആകുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ കയറിയിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഏട്ടനാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ
അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ കണ്ണൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ കണ്ണനും കാശിക്കുട്ടനും ഓടി വരുന്നുണ്ട്. പറഞ്ഞ സാധനങ്ങളൊക്കെ വീട്ടിലെത്തിയുണ്ടോ എന്ന് അറിയാൻ ഓടി വരണുണ്ട്. അപ്പോൾ കണ്ണനുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തു. അങ്ങനെ പോയിട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പ്ലാനിങ്ങിലാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാശിക്കുട്ടൻ എന്താണ് എന്നൊക്കെ മണ്ണിലൊക്കെ കളിച്ച് നല്ല ചളി അയക്കണു. ഞാൻ കുളിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയത്. പണിയൊക്കെ കഴിഞ്ഞ് കുളിപ്പിച്ചിട്ടൊക്കെ പോയി. പിന്നെ ആശം ചളിയിലൊക്കെ കളിച്ച് നിറയെ മണ്ണൊക്കെ അയക്കണം. അപ്പോൾ ഞാൻ ചീത്ത പറയുകയാണ്, അയ്യോ ഞാനൊന്നും കളിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. പിള്ളേരെക്കായും മുന്നിലാണ് നമ്മുടെ കുട്ടാൻ. ഏട്ടനും കുട്ടികളും പാടേ ഇന്ന് തലേദിവസം പണിത ചുമരൊക്കെ നനയ്ക്കാണ് കേട്ടോ. അപ്പോൾ പൈപ്പൊക്കെ ഇട്ട് ചുമരൊക്കെ നനച്ച് സെറ്റാക്കണുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് ഒരു മടിയില്ല കേട്ടോ. ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. കല്ല് കൊണ്ടുവരാനും മണൽ കൊണ്ടുവരാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇതൊന്നും നമ്മൾ പറഞ്ഞ് ചെയ്യിക്കണതല്ല കേട്ടോ. കണ്ണന് ഇഷ്ടമാണ്. കാശിക്കുട്ടനെ ആയിട്ടില്ല, പക്ഷെ കണ്ണനൊന്നും ഒരാൾ പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യം. രാവിലെ എഴുന്നേറ്റതും ആളുടെ പണികളൊക്കെ കഴിഞ്ഞ് അച്ഛൻ എഴുന്നേറ്റിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോഴേക്കും ചുമരൊക്കെ അവനെ എടുത്ത് നനയ്ക്കിട്ടോ. അത് നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, അത് അവനറിയാം. ചുമരൊക്കെ നനയ്ക്കാൻ കഴിഞ്ഞിട്ട് അച്ഛനും മക്കളും പിന്നെ ചെടികൾ നനയ്ക്കാൻ വന്നു കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ കാണിച്ചു തന്നല്ലേ, മാറ്റി പറിച്ചൊക്കെ വെച്ചായിരുന്നല്ലോ കുറച്ച് ചെണ്ടുമല്ലി ചെടികളൊക്കെ. അതിലൊക്കെ പൂവിടാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അത് ഇങ്ങക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് പറയണത്. അപ്പോൾ ചെടികളൊക്കെ നനച്ചു. അപ്പോൾ അങ്ങനെ ഓരോ പണികളൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ചെടി നനക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ചായയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ വെച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് കൊള്ളി ചിപ്സാണ് കേട്ടോ. നമ്മുടെ കണ്ണൻ പറഞ്ഞതാണ്, കണ്ണൻ നല്ല ഇഷ്ടമാണ് ഇത് മേടിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ കൊള്ളി ചിപ്സും പാൽച്ചായൊക്കെ കൂടി നമ്മൾ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് വീടിൻ്റെ അടുത്ത് മണ്ഡല താലപ്പൊലിയുടെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വിളക്കും കൊട്ടും വാദ്യവും നാടൻ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും പിള്ളേരൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ ചിനക്കുത്തൂർക്ക് അവരൊന്ന് തൊഴുത് വരാമെന്ന് വിചാരിച്ച് നമ്മളും പോയി കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ പരിപാടി കാണാൻ പോയി. നാളെ അമ്പലത്തിൽ നിറമാല മഹോത്സവമാണ്. നല്ല വിളക്കൊക്കെ കൊളുത്തി നല്ല പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഏട്ടനെ ജസ്റ്റ് ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. വീഡിയോസൊക്കെ എടുക്കും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളൊന്ന് പോയി തൊഴാനൊക്കെ പോയി. അമ്പലം പോയി ഞാനും ഏട്ടനും തൊഴുത് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞു ഫാമിലി ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.